നമസ്കാരം, സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. 4 ദിവസം നീണ്ട കാത്തിരിപ്പും പ്രാർത്ഥനകളും വിഫലമായി. ചിക്കമംഗളൂരിലെ മാണിക്യധാര വെള്ളച്ചാട്ടിന് സമീപം കാണാതായ പാലക്കാട് സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആധുനിക തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്നാൽ മകളുടേത് അപകട മരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. കാരണം മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്. ഇപ്പോൾ കൂടി കിട്ടിയെന്ന് പറയുന്ന ചരിവ്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി ഇവിടെ കുറേ അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അന്വേഷണം വേണം. കുട്ടി വെള്ളച്ചാട്ടം കണ്ട് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിന്റെ അടുത്ത് വരാൻ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽക്കണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ഭാര്യയും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് വന്നിട്ടില്ല. അപ്പൊ ശരിക്കും ഇവർ ആ സൈഡ് വന്നില്ല. ഈ ബോഡി കിട്ടിയെന്ന് ഏരിയയിലേക്ക് നിന്ന് ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആദ്യം നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് നടത്തി. അപ്പൊ തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മഴ മുകളിൽ അത്യാവശ്യം ചെരുവാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മൈകിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തി പറയുമ്പോൾ അതിലൊരു ദുരൂഹത. പഴക്കമൊന്നുമില്ലെന്ന് പറഞ്ഞു. ബോഡിക്ക് പഴക്കില്ല എന്നാണ് പറയുന്നത്. 4 ദിവസമായി അല്ല. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ നേരിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇറങ്ങിയ സ്ഥലമാണ്. ശ്രീനന്ദയെ കാണാതായി തുടക്കത്തിൽ പല രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. വെള്ളച്ചാട്ടത്തിൽ വീണാണ് ഒരുപക്ഷെ അപകടം സംഭവിച്ചതെന്ന രീതിയിലുള്ള സംശയമാണ് ഉയർന്നതെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് ആ സാധ്യത തള്ളിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റ് 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോ എടുത്തിരുന്നു. സംഘം തിരിച്ചിറങ്ങുന്നതിനിടെ ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നു. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40 അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തങ്ങിയിരുന്നു. പശ്ചിമഘട്ടത്തിലെ ചന്ദ്രഗിരി പർവ്വത മേഖലയിലാണ് കുട്ടിയെ ശ്രീനന്ദയെ കാണാതായ ബാബ ബുധാൻഗിരി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ സങ്കടകരമായ വാർത്തയാണ്. വലിയ സന്തോഷത്തോടെ ചിരിച്ചു ഉല്ലസിച്ച് വിനോദയാത്ര പോയ ഒരു കുടുംബം, ഒരു കൂട്ടം ആളുകൾ, അതിലൊരു പെൺകുട്ടിയെ കാണാതാകുന്നു. അതോടുകൂടി തന്നെ വലിയ ആശങ്ക ഉണ്ടാകുന്നു. കഴിഞ്ഞ 4 ദിവസം തിരച്ചിൽ നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കുടകിൽ കാണാതായ പെൺകുട്ടിയെപ്പോലെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം, ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താകുന്നു. ഈ പെൺകുട്ടിയുടെ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്നു. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്ന്. അത്തരമൊരു കൊലപാതക സാധ്യത പോലീസ് സംശയിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കുടുംബം അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ടോമേ, ഈ ഒരു ദൗത്യത്തിൽ
പങ്കുചേരൽ അതല്ലെങ്കിൽ അവിടത്തേക്കുള്ള പാതി യാത്രയിലാണ് വളരെ സങ്കടകരമായ ആ ഒരു വാർത്ത നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ഇങ്ങനെ മൃതദേഹം കണ്ടെത്തി എന്ന ആ ഒരു കാര്യം. എന്തായാലും ഈ കുടുംബം വലിയ തോതിൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് മകൾ ശ്രീനന്ദ എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കൊക്കയിൽ 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ ഇങ്ങനെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്, അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇവർ ഉണ്ടായ സ്ഥലത്ത്, അതായത് ഇവർ ഒരു 40 അംഗ സംഘമാണ് ഇത്തരത്തിൽ യാത്ര പുറപ്പെട്ടിരുന്നത്. ഈ 40 അംഗ സംഘം ഉണ്ടായ സ്ഥലത്ത് നിന്നും വളരെ മാറിയാണ് ഈ ഒരു സ്ഥലം, ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം. അതോടൊപ്പം ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇവർ തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴൊന്നും സംശയകരമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നും കണ്ടെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എങ്ങനെയാണ് ഇവിടെ ഒരു മൃതദേഹം ഇങ്ങനെ എത്തിയതെന്ന് സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോഗ് സ്ക്വാഡ് ഈ ഒരു കടയുടെ, അതായത് ഈ കാർ പാർക്കിങ്ങിന് സമീപത്താണ് ഈ ഒരു സംഭവമൊക്കെ നടന്നത്. ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ ഒരു കടയുടെ തൊട്ട് അടച്ചിട്ട ഒരു ഷട്ടറിന് സമീപം ആണ് ഈ ഡോഗ് സ്ക്വാഡ് എന്ന പോലീസ് നായ എത്തി മണം പിടിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം രാവിലെ തന്നെ ന്യൂസ് 18-ലൂടെയാണ് ഈ വിവരം പറയുന്നത്. അതായത് ഇതിൽ ഒരു തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചത്. അതിനുശേഷം പിന്നീട് ഇന്ന് രാവിലെയാണ് വലിയ തോതിലുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചതും. അങ്ങനെ ഒരു തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ വളരെ സങ്കടകരമായ, അതല്ലെങ്കിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിവരം പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിൽ, അതായത് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കുചേരാൻ നമ്മളും ആ യാത്രയിൽ തന്നെയാണ്. ഇപ്പോഴും ആ യാത്ര തുടരുകയാണ്. കാരണം വലിയ സംശയം ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന തരത്തിലുള്ള ഒരു സംശയം ഈ കുടുംബം പറയുന്നുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷവുമായി യാത്ര പുറപ്പെട്ടതാണ്. SSLC പരീക്ഷ കഴിഞ്ഞ് അവധി കാലം ആഘോഷിക്കാൻ പോയതാണ്. ഒരുപാട് മലയാളികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചിക്മംഗ്ലൂരുവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒഴുകിയെത്തുന്ന സ്ഥലമാണ്. അവിടെ ഇത്രത്തോളം സുരക്ഷ മാത്രമേ ഈ ഒരു വിനോദസഞ്ചാരികൾക്ക് ഉള്ളൂ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കുടുംബവും അതാണ് പറയുന്നത്. എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചതെന്ന് അറിയണം, കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ പങ്കുവച്ചത് വളരെ വേദനയോടുകൂടിയാണ്, സങ്കടത്തോടു കൂടിയുള്ള മണിക്കൂറിൽ അവർ കടന്നു പോകുന്നെങ്കിലും അവർ അപ്പോഴും പറഞ്ഞത് വിധിമ്മിക്കൊണ്ട് അവർ നമ്മോട് പങ്കുവച്ചത് ഇതിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ്. അല്ലാതെ യാദൃശ്ചികമായോ സ്വാഭാവികമായോ നടന്നൊരു സംഭവമല്ല, അത്തരത്തിലൊരു അപകട മരണമല്ല. ഇതിൽ ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ വരുത്താത്തതെന്തോ സംഭവിച്ചു. അവിടെ നിന്നും പിന്നീട് ഈ മൃതദേഹം ഇങ്ങനെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതാകാനുള്ള ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഏതായാലും കർണാടക സർക്കാർ ഇന്നാണ് ഉണർന്ന് പ്രവർത്തിച്ചതെന്ന് പറയേണ്ടി വരും. ചൊവ്വാഴ്ച വൈകിട്ട് 5:20-നാണ് ഇവർ ഒന്നിച്ച് അവസാനമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ എടുത്ത ഫോട്ടോയിലും ശ്രീനന്ദയുണ്ട്. ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് ശ്രീനന്ദയെ പെട്ടെന്ന് കാണാതാവുന്ന സാഹചര്യം ഉണ്ടായത്. എങ്ങോട്ടാണ് ശ്രീനന്ദ പോയത്? അപ്പോൾ തന്നെ ഇവർ 40 പേരടങ്ങുന്ന സംഘവും വ്യാപകമായ തരത്തിൽ ആ പ്രദേശത്തൊക്കെ നടത്തിയിരുന്നു. അപ്പോഴൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ പറയുന്ന ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഈ ആ കൊക്കയിലും അവർ തെരച്ചിൽ നടത്തിയെന്നാണ് പറയുന്നത്. പല തവണ ആ പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയപ്പോഴും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇന്ന് രാവിലെ NDRFന്റെ സംഘം, ഫയർഫോഴ്സിന്റെ സംഘം, വനം വകുപ്പിന്റെ സംഘം, ഒപ്പം ചിക്കമംഗ്ലൂർ നോർത്ത് പോലീസ്, ഈ പരാതി നൽകിയിരിക്കുന്നത് നോർത്ത് പോലീസിലാണ്. അങ്ങനെ ചിക്കമംഗ്ലൂർ നോർത്ത് പോലീസും ഈ ഒരു സംയുക്തമായ ഒരു തെരച്ചിൽ നടത്താൻ എത്തിയപ്പോൾ ഈ മൃതദേഹം ഇങ്ങനെ കൊക്കയിൽ കാണുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണിപ്പോൾ വലിയ തോതിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ വരെ ഈ കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന വലിയ പ്രതീക്ഷ ഈ കുടുംബവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പങ്കുവച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു കാര്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ വലിയ തോതിൽ കേരളത്തിൽ മാത്രമല്ല കന്നഡ മാധ്യമങ്ങളിൽ ന്യൂസ് 18 കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്തയാണ് ഇന്ന് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത്. കാരണം അത് വളരെ പ്രധാനമാണ്. കർണാടകയിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല ടൂർ പാക്കേജിലും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ചിക്കമംഗ്ലൂർ. നല്ല കാലാവസ്ഥ, നല്ല കാഴ്ച, അത്തരത്തിൽ വളരെ സന്തോഷകരമായി അല്ലെങ്കിൽ ഇങ്ങനെ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ ഒരിടം. ഒരുപാട് മലയാളികൾ
ജില്ലയുടെ സംസ്ഥാനത്തിന്റെ പല ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്ന് ഓർക്കണം. അതായത് എന്തെങ്കിലും അതാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു സന്തോഷമാണ്, ആഹ്ലാദമാണ് പിന്നീട് കണ്ണീരിൽ കലാശിക്കുന്നത്. ബൈജു, ഇവിടെ കുടുംബം ഒരു ലഹരി മാഫിയകളിലേക്ക് സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ. കാരണം ലഹരി മാഫിയ ഇവരെ പിന്തുടർന്ന് ഇരുന്നോ എന്നൊരു സംശയമുണ്ട്. ലഹരി മാഫിയ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊരു സംശയമൊക്കെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ ശ്രീനന്ദയെ കാണാതായി ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ പാർക്കിംഗ് ഏരിയയിൽ നിന്നും അതീവ വേഗത്തിൽ ചില വാഹനങ്ങൾ പുറത്തേക്ക് പോയതായി പറയുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ ഒന്നിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതാണോ എന്നൊരു സംശയമൊക്കെയാണല്ലോ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലഹരി മാഫിയയിലേക്ക് സംശയം നീളുന്നത്? പോലീസ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണം നടത്തുന്നുണ്ടോ? ടോമേ, ഈ ബന്ധുക്കളുമായി ഇന്ന് നിരന്തരം നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒക്കെ നമുക്ക് ഈ ഒരു മകളെ തിരിച്ചു കിട്ടും എന്ന തരത്തിൽ. അങ്ങനെ നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ആ ഒരു വഴിയിലേക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ ഈ ദൗത്യത്തിൽ പങ്കാളികളാവാനുള്ള ഒരു യാത്രയിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. ഏകദേശം ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട് ഈ സ്ഥലത്ത്. അപ്പോഴും അവർ പങ്കുവച്ചത് ഈ കഴിഞ്ഞ 60 മണിക്കൂറോളമായി കുട്ടിയെ കാണാത്ത സമയത്ത് ഇവിടെയൊക്കെ അന്വേഷണം നടത്തുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുറത്തു നിന്നും കൂടുതൽ ആളുകൾ ഈ ലഹരി മാഫിയ ഉൾപ്പെടെ താവളമാക്കിയിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ ആണെന്നാണ്. അതാണ് ഇന്ന് അവർക്ക് കൂടുതൽ സംശയം ബലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ തട്ടിക്കൊണ്ടുപോയി ഇനി വാഹനത്തിൽ കൊണ്ടുപോയോ അതല്ല അവിടെ തന്നെയുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ ഈ കുട്ടിയെ എത്തിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. അതായത് CCTV ദൃശ്യങ്ങളിലൊന്നും ഈ കുട്ടി മറ്റെവിടെയെങ്കിലും നടന്ന് പല CCTV പല മേഖലകളിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഈ കുട്ടിയെ എവിടെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് തന്നെ എവിടെയെങ്കിലും അജ്ഞാതമായ ഒരു സ്ഥലത്ത് കുട്ടിയെ ഇത്തരത്തിൽ എത്തിച്ചിട്ടുണ്ടാകും എന്ന ഒരു ആശങ്ക രാവിലെ തന്നെ ഇവർ പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കടകളിലൊക്കെ ഇവിടെ അടച്ചിട്ട ഒരുപാട് കടകളുണ്ട് ഈ പ്രദേശത്ത്. ആ കടകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് കുടുംബം നമ്മോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടത്താനിരിക്കെയാണ് പെട്ടെന്ന് ഈ കൊക്കയിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഉച്ചക്ക് ഒരു 12:30 ഈ മൃതദേഹം ഇങ്ങനെ കണ്ടെത്തി. ഈ സ്ഥലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരിച്ചു പെറുക്കി എന്ന് പറയേണ്ടി വരും. പോലീസും ബന്ധുക്കളും ഒപ്പം വനം വകുപ്പും ഒക്കെ അരിച്ചു പെറുക്കിയ ഒരു പ്രദേശമാണ്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു മൃതദേഹം ഒന്നും കണ്ടെത്താത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഇന്ന് രാവിലെ വളരെ ഗൗരവമായി കർണാടക സർക്കാർ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ സംശയത്തിനിടയാക്കുന്നത്. അത് ഒരു കൊലപാതകത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്, കുട്ടി അരുതാത്ത സംഭവത്തിന് ഇരയായിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ വലിയ തോതിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. ഇത് പോലീസിൽ പരാതിയായി ഇവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ വിഷയം ഗൗരവമായ അന്വേഷണങ്ങൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയും. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുപക്ഷെ വൈകിട്ട് 6 മണിയോട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുള്ളതാണ്. കാരണം മരണകാരണം സംബന്ധിച്ച് എല്ലാ ദുരൂഹതകളും നീങ്ങണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആയിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുകയുള്ളൂ. കുട്ടിയുടെ ശരീരത്തിൽ ലഹരി മരുന്നിൻ്റെ അംശമുണ്ടോ, ഈ വീഴ്ച അതായത് കൊക്കയിലേക്ക് വീഴുന്നതിന് മുൻപ് ബലപ്രയോഗം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. ബൈജു, എന്തായാലും 2 കാര്യമാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്. ഈ പെൺകുട്ടിക്ക് ആരെങ്കിലും ലഹരി നൽകിയിട്ടുണ്ടോ, ആർക്കൊപ്പമാണ്, ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ, മാത്രമല്ല ഈ കുട്ടിയെ കാണാതായ സ്ഥലവും ഈ കൊക്കയും തമ്മിൽ എത്ര ദൂരമുണ്ട്, അവിടേക്ക് ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതാണോ, കൂടുതൽ ദൃക്സാക്ഷികളുണ്ടോ, ഈ കേസിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും ടോമി, അത് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിൽ കൃത്യമായ ഒരു ഉത്തരം വേണം. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഉത്തരം വേണമെന്നാണ് ഈ കുടുംബം പറയുന്നത്. കാരണം ടോമി, ഈ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ വാഹനം ഇവിടെ നിർത്തിയിട്ട് അതിനുശേഷം ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അവിടെ നിന്ന് നടന്നു വേണം പോകാൻ. അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ പാർക്കിങ്ങിന് തൊട്ട് അടുത്തതിന് മുൻപ് തന്നെ ഇവർ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്ത് ഒരു 5-10 മിനിറ്റിനകം ഈ കുട്ടിയെ പെട്ടെന്നാണ് കാണാനാവുന്നത്.
പിന്നീട് ഇപ്പൊ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയയിലെ നേരെ എതിർവശത്തുള്ള ഒരു കൊക്കയിലാണ്. എങ്ങനെയാണ് ആ കുട്ടി കൂട്ടം തെറ്റി അവിടത്തേക്ക് പോയിട്ടില്ല എന്ന് ഇവർ ഉറപ്പ് പറയുന്നു. കാരണം ഇവർ എല്ലാ സ്ഥലങ്ങളിലും അത് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് തന്നെ കൂട്ടമായി തന്നെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. എല്ലാം കുടുംബാംഗങ്ങളാണ്, അച്ഛനും അമ്മയും ഉണ്ട്, ഒപ്പം ബന്ധുക്കളൊക്കെ ഉണ്ട്. വളരെ സന്തോഷകരമായ ഒരു യാത്ര. ആ യാത്രക്കൊടുവിൽ പെട്ടെന്നാണ് ഈ കുട്ടിയെ അപ്രത്യക്ഷമാവുന്നത്. ഏറ്റവും അവസാനമായി 5:20 എടുത്ത ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഈ കുട്ടിയെ കാണാം. പക്ഷേ പിന്നീട് ഒരു 10 മിനിറ്റിനകമാണ് ഈ കുട്ടി അപ്രത്യക്ഷമാവുന്നത്. അങ്ങനെയാണെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ രീതിയിൽ ഇവർ കുടുംബം ഉന്നയിക്കുന്ന സംശയം അത് ബലപ്പെടുന്നു. ആരെങ്കിലും കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും പാർപ്പിച്ച് ഇനി അങ്ങനെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതല്ലാതെ മറ്റ് അപകടകരമായ ഒരു സാഹചര്യത്തിൽ കുട്ടി പെടുകയും കൊക്കയിലേക്ക് വീണ് മരണപ്പെടുന്ന സാഹചര്യം അല്ല എന്ന് തന്നെ ഇവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ വലിയ തോതിൽ സംശയത്തിനിടയാക്കുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് വലിയ തോതിൽ ഒരു വാർത്ത കേരളത്തിൽ ഉൾപ്പെടെ ആയില്ല. പക്ഷെ അപ്പോഴും എവിടെയാണ് ഈ കുട്ടി എന്ന കാര്യത്തിലുള്ള വലിയ ചോദ്യം ഉയർന്ന സാഹചര്യമുണ്ട്. ഇന്നാണ് ഇത് പ്രധാനമായ ഒരു വാർത്തയായി വരുന്നതും കർണാടക പോലീസും പ്രത്യേക സംഘങ്ങളൊക്കെ ആക്കി ഈ ഒരു തെരച്ചിലിന് ഇറങ്ങുന്നത്. ഡ്രോൺ ഉപയോഗിച്ചും മറ്റും വലിയ തെരച്ചിൽ നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴൊന്നും ആ ഭാഗത്തൊന്നും ഇത്തരത്തിൽ CCTVയും ഒക്കെ പരിശോധിച്ചിരുന്നു. അതിലൊന്നും സംശയകരമായ സാഹചര്യത്തിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു പരിസരം കാർ പാർക്കിംഗ് ഏരിയ, ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഭാഗം, അതിന് തൊട്ട് ഈ കടയുള്ള സ്ഥലം, ഇവിടെ ഇത്രയും ഭാഗങ്ങളിൽ മാത്രം പരിശോധിച്ചാൽ ഒരു പക്ഷേ ഇതിന് ഉത്തരം കിട്ടിയേക്കാം. പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ കൊലപ്പെടുത്തിയതാണോ, അതല്ല അവിടെ തന്നെ നേരത്തെ രാവിലെ ഉന്നയിച്ചൊരു ആരോപണമാണ്. അവിടെയുള്ള കടകളുണ്ട്, ഒരുപാട് കടകളുണ്ട്. ആ കടകളിലുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന് ഒരു ആവശ്യമായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെ ഏതെങ്കിലും ആളുകൾ അത്തരത്തിൽ ചെയ്താണോ എന്ന ഒരു സംശയം ഉണ്ട്. ഏതായാലും ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടത് കർണാടക പോലീസാണ്, ചിക്കമംഗളൂരു നോർത്ത് പോലീസാണ്. പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തി ഇതിനൊരു ഉത്തരം കണ്ടെത്തുമെന്ന് തന്നെയാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. അവർ പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഇതിൽ കൃത്യമായ ഒരു ഉത്തരം വേണം എന്ന കാര്യത്തിൽ ശ്രീനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന വസ്തുത പുറത്ത് അറിയണം എന്നവർ പറയുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഈ സമയങ്ങളിൽ, പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കടുത്ത ചൂടാണ്. ഈ പ്രദേശത്തും തണുപ്പ്, ഈ സമയത്തും അത്യാവശ്യം തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. മഞ്ഞും അതുപോലെ വെള്ളച്ചാട്ടവും ഒക്കെയുള്ള സ്ഥലമാണ്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് ആളുകളാണ് വരുന്നത്. അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളതെന്ന ചോദ്യമാണ് ശ്രീനന്ദയുടെ ഈ ഒരു സംഭവം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ വേണ്ടത്ര പോലീസിൻ്റെ ഒന്നും സുരക്ഷയില്ലേ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഈ കേസ് നിലവിൽ കർണാടക പോലീസാണ് അന്വേഷിക്കുന്നത്. കേരള പോലീസും ഈ ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം ഈ അന്യസംസ്ഥാനങ്ങളിൽ പോലീസിൻ്റെ ഒക്കെ അന്വേഷണം എങ്ങനെയായിരിക്കുമെന്ന്. കേരള പോലീസും അന്വേഷണവുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ടോമേ, അതെ, നമുക്ക് മുൻകാല പല കേസുകളിലും പല കുറ്റകൃത്യങ്ങളിലും നമുക്ക് കർണാടക പോലീസിന്റെ ഈ ഒരു അന്വേഷണത്തിന്റെ കാര്യത്തിലുള്ള ഉദാസീനത നമുക്ക് കാണാം. നിരന്തരം വാർത്തകളാക്കി ഇതിന്റെ പുറകിൽ തന്നെ പല തവണ നമ്മൾ കൂടി അത് ഒരുപക്ഷെ ക്യാമ്പ് ചെയ്തൊക്കെയാണ് നമ്മൾ പല സംഭവത്തിനും ഇത്തരത്തിൽ മലയാളികളായ ഉൾപ്പെടുന്നവർ അപകടത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ക്യാമ്പ് ചെയ്തായിരുന്നു അതിന് ഉത്തരം കണ്ടെത്തുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ സംഭവത്തിലും ഏതായാലും കർണാടക സർക്കാർ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം കുടുംബം പറയുന്നത് കേരളത്തിൽ നിന്നുള്ള സർക്കാർ, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം, തങ്ങൾക്ക് ഇതിൽ നീതി വേണം. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കർണാടക സർക്കാർ, കർണാടകയിലെ അന്വേഷണ സംഘം അതിൽ ഉത്തരം കണ്ടെത്തണം. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടെ സമ്മർദ്ദം ഉണ്ടാകണമെന്ന് ഈ കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട്. അവരിപ്പോൾ വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാണ്. എന്തായാലും ഒരു തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയും കൊലപാതകവും സാധ്യതയും പോലീസ് തള്ളുന്നില്ല. ആരെങ്കിലും ബോധപൂർവം അപായപ്പെടുത്തിയതാണെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിൻ്റെ നീക്കം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും ഏറെ നിർണായകമായിരിക്കും. പരമാവധി CCTV ദൃശ്യങ്ങൾ, അതായത് പാർക്കിംഗ് ഏരിയയിലെ CCTV ദൃശ്യം,
അതോടൊപ്പം സമീപത്തെ റിസോർട്ടുകളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏറെ സങ്കടകരമായ വാർത്തയായിരുന്നു. അതാണ് ഈ ശ്രീനന്ദ എന്ന പെൺകുട്ടി 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഒരു കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്ര പോയതാണ്, ആഘോഷിക്കാൻ പോയതാണ്. അങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മുന്നോട്ട് പോയ ഒരു കുടുംബമാണ് പിന്നീട് ഏറെ ദുഃഖത്തിലേക്ക് വഴിമാറിയത്. പെൺകുട്ടിയുടെ മൃതദേഹം കൊക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. എങ്ങനെയാണ് അവിടെ ആ പെൺകുട്ടി എത്തിയത്? ആരെങ്കിലും പിന്തുടർന്നില്ലോ? ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ? ലഹരി മാഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ടോ? പെൺകുട്ടിയുടെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നത്. അത്തരം ചില സംശയങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആരെങ്കിലും ആ പെൺകുട്ടിയെ പിന്തുടർന്നിട്ടുണ്ടാകാം, അപായപ്പെടുത്തിയതാകാം, ബലപ്രയോഗം നടന്നിട്ടുണ്ടാകാം. കൃത്യമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ള സാധ്യതയാണോ പോലീസ് പരിശോധിക്കുന്നത്, സംശയിക്കുന്നത്? കാരണം അവിടുത്തെ CCTVകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തത ഉണ്ടാകില്ല. ഈ പാർക്കിംഗ് ഏരിയയിലെ CCTVക്കൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഈ സമീപത്തുള്ള റിസോർട്ടുകളിലെ സമീപത്തുള്ള സ്ഥലങ്ങളിലേക്ക് CCTVകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? ടോമേ, സാഹചര്യ തെളിവുകൾ, കുടുംബത്തിന്റെ ആരോപണം, ഇതെല്ലാം ഒരു കൊലപാതകം എന്ന തരത്തിലാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന ഈ സ്ഥലം വലിയ തോതിൽ പരിശോധന നടത്തിയാണ്. കാരണം ആദ്യം ഈ ഒരു കാണാതായി എന്ന് പറയുന്ന സമയത്ത് തന്നെ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയ സ്ഥലമാണ്. പക്ഷേ അങ്ങനെ ശ്രീനന്ദയെ ആ സമയത്തൊന്നും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. ഡോഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലും ഈ ഒരു പ്രദേശത്തേക്ക് അല്ല പോലീസ് നായ മണം പിടിച്ചു പോയത്. പ്രധാനമായി ഈ കട കേന്ദ്രീകരിച്ച് ആ കടയുടെ ഭാഗത്തേക്കാണ് പോകുന്ന സാഹചര്യമുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യ തെളിവുകളൊക്കെ നോക്കിയാൽ നമുക്ക് ഇതൊരു കൊലപാതകമാണെന്ന് പ്രാഥമികമായി പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. അതിൽ എന്താണ് കൃത്യമായി പറയുന്നതെന്ന് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് നോക്കിയാൽ തന്നെ ഇതിൽ കൃത്യമായ ഉത്തരം കിട്ടും. അതോടൊപ്പം ഈ ഒരു കടകൾ കേന്ദ്രീകരിച്ച് ഉള്ള ആളുകളെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൃത്യമായി അന്വേഷണം നടത്തണം. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു അടച്ചിട്ട ഒരു ഷട്ടറിന് മുന്നിലാണ് ഈ പോലീസ് നായ നിന്നതെന്നാണ് ഈ കുടുംബം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച് അതിനുശേഷം ഈ കൊല്ലപ്പെടുത്തിയതിനു ശേഷം ഈ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതാകാം എന്നൊരു സംശയമാണ് കുടുംബം പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. കാരണം ഇത്തരം 100 കണക്കിന് ആളുകൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര മേഖലയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമാണ്. നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ ഒക്കെ സഹോദരങ്ങളും അതുപോലെ തന്നെ മക്കളുമൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾക്കുമൊക്കെ വലിയ തോതിൽ യാത്രകൾക്ക് പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിഷു ഒക്കെ വരാൻ പോകുന്ന സമയമാണ്. അവധിക്കാലം ആസ്വദിക്കാൻ ഈ ചൂടിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ഇത്തരം മേച്ചിൽപ്പുറങ്ങളിൽ ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. മയക്കുമരുന്ന് മാഫിയ വലിയ തോതിൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെ മയക്കുമരുന്ന് സംഘം വലിയ തോതിൽ പിടിമുറുക്കിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ബന്ധുക്കളൊക്കെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. 10 കിലോമീറ്ററിലാണ് ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ പോലീസിനെ വിവരമറിച്ചാൽ അരമണിക്കൂർ അധികം സമയമെടുത്ത് വേണം ഇവിടെ പോലീസിനെത്താൻ, അല്ലെങ്കിൽ നമുക്കൊരു സഹായം ലഭിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം വേണം. അതിൽ ഇനിയൊരു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തണം. തീർച്ചയായും ഈ ശ്രീനന്ദ എന്ന 15-കാരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തേണ്ടതാണ്. ബൈജു, പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഈ അന്വേഷണത്തിൽ? കാരണം ഈ പെൺകുട്ടിയെ കാണാതായി 4ാമത്തെ ദിവസമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് രാവിലെ നമ്മൾ ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് തന്നെയാണ്. ഈ കടയിലുള്ളവരെ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസ് പറഞ്ഞത് അവർ അത്തരക്കാരല്ല എന്ന ഒരു മറുപടിയായിരുന്നു പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് അതിനുശേഷം കർണാടക സർക്കാർ തലത്തിൽ ഇടപെടൽ കൂടി ഉണ്ടായതിനു ശേഷമാണ് വലിയ തോതിൽ NDRFന്റെയും അതുപോലെ തന്നെ വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ സംയുക്ത ഒരു ഓപ്പറേഷൻ ഇന്ന് തയ്യാറായത്. ഇത് ഒരു പക്ഷേ
ഈ സംഭവം നടന്ന് അപ്പോൾ തന്നെ ഇത്തരമൊരു അന്വേഷണം അല്ലെങ്കിൽ ഇത്തരമൊരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ ജീവനോടൊക്കെ തന്നെ ഈ കുട്ടിയെ പാലക്കാട് അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അന്വേഷണത്തിൽ ഒരു മന്ദഗതി ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് വൈകാനിടയാക്കി. അത് ഒരു പക്ഷേ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും പാർപ്പിച്ച് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ജീവനോടെ തന്നെ കുട്ടിയെ കിട്ടുമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ വരെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു മരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ കുട്ടിയെ ഏതെങ്കിലും അപകടപ്പെട്ട സാഹചര്യത്തിൽ തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. അതെല്ലാം അവസാനത്തായിരിക്കുന്നു. ഏതായാലും നമ്മൾ ഈ യാത്ര അങ്ങോട്ടേക്ക് തന്നെ തുടരുകയാണ്. അത് എന്താണ് ഇതിലൊരു സംഭവം എന്നത് കാര്യത്തിൽ വ്യക്തത വേണം. ഒരുപാട് പേർ ഇനിയും ഇത്തരത്തിൽ ഈ ഒരു കേന്ദ്രങ്ങളിൽ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായ ഇവർക്കുള്ള ഒരു മറുപടി കിട്ടണം. അതിനുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ മാധ്യമഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ഒരു ആവശ്യം അവർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ആ യാത്രയിൽ തന്നെയാണ്. ഇനിയും മണിക്കൂറുകളെടുക്കും അവിടെ എത്താനെങ്കിലും. അവിടെ എത്തി ഇതിനുള്ള കൃത്യമായ ഉത്തരം കണ്ടെത്തുന്നത്. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏകദേശം ആ സമയമാകുമ്പോഴേക്കും ഉണ്ടാകും. കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും തന്നെയാണ് ഇപ്പോഴും കുടുംബം പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കർണാടകയിൽ നിന്നും ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ചിക്കമംഗളൂരിൽ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദയ്ക്കായി 4 ദിവസത്തോളമാണ് തിരച്ചിൽ നടത്തിയത്. ഒടുവിൽ ആ തിരച്ചിൽ കണ്ണീരിൽ അവസാനിക്കുന്നു. 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട്ട് നിന്ന് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിന് പോയ കുടുംബത്തിനാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. പെൺകുട്ടി ശ്രീനന്ദയെ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ലഹരി മാഫിയയിലേക്ക് സംശയം ഉന്നയിക്കുന്നു. ലഹരി മാഫിയ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെന്ന പരാതിയാണ്, ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കണ്ണൂർ കരിവെള്ളൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. 3 ജീവപര്യന്തം ശിക്ഷ അപൂർവമാണ്. 3 വകുപ്പുകളിൽ 3 ജീവപര്യന്തവും 1 വകുപ്പിൽ 7 വർഷം തടവുമാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അപൂർവമായ കേസായി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2024 നവംബർ 21 കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് രാജേഷ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യ ദിവ്യശ്രീയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി സുമേഷ് മോറാട് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായിരുന്നു ദിവ്യശ്രീ കൊലപാതകം. സംഭവം നടന്ന് 1.5 വർഷത്തിനുള്ളിൽ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് 3 ജീവപര്യന്തം കഠിന തടവ്. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, 2024 നവംബർ 21 വൈകിട്ട് വീട്ടിൽ വെച്ചാണ് ഈ ദിവ്യശ്രീയുടെ ഭർത്താവ് ഈ കൊഴുമ്പൽ കോട്ടൂർ പെരള KK രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ വെട്ടിക്കൊലപ്പെടുത്താണ്ടായിട്ടുള്ള കാരണമായി ഈ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. അതായത് ഇവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഈ ദിവ്യശ്രീയും അതുപോലെ തന്നെ രാജേഷും. തുടർന്ന് ഈ രാജേഷ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആ സമയത്ത് ദിവ്യശ്രീക്ക് മറ്റു തൊഴിലുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പോലീസ് സേനയിൽ ദിവ്യശ്രീക്ക് ജോലി ലഭിക്കുന്നു. തുടർന്നാണ് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നിയമ നടപടികളൊക്കെ നടക്കുന്നു. അങ്ങനെ ഈ കുടുംബ കോടതിയിൽ വരെ ഈ കേസുകൾ എത്തുന്നു. അങ്ങനെ ഈ കുടുംബ കോടതി ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഇത്തരം ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ സംഭവം നടക്കുന്ന അന്ന് ഈ കോടതിയിലെത്തി ഈ ദിവ്യശ്രീ കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നു ഈ ബന്ധവുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധം എനിക്ക് നിലനിൽക്കുന്നതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് കോടതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ഒരു വാദമായിരുന്നു ഈ ദിവ്യശ്രീ ഉന്നയിച്ചത്. അങ്ങനെ അന്ന് ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ തന്നെയായിരുന്നു ഈ രാജേഷ് ആസൂത്രിതമായി ഈ ദിവ്യശ്രീയെ കൊലപ്പെടുത്തുന്നത്. അതായത് ദിവ്യശ്രീ വീട്ടിലെത്തുന്നു. അങ്ങനെ ഈ പെട്രോൾ ഒഴിച്ച് വരാന്തയിൽ വെച്ച് പെട്രോൾ ഒഴിച്ച്
ആരോപിക്കുന്നു. തുടർന്ന് വെട്ടി കൊലപ്പെടുത്തി എന്നാണ് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇത് പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഈ വീടിന്റെ മുൻപിലുള്ള ഈ ഗേറ്റിന്റെ സമീപത്തേക്ക് ദിവ്യശ്രീ ഓടുന്നു. പിന്നാലെ ചെന്ന് വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ 102 തെളിവുകൾ ഉൾപ്പെടെ ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട് രേഖകളും അങ്ങനെ 90 മുതൽ ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തു. ഇതിൽ അപൂർവമായ കേസായി ഈ കോടതി ഇതിനെ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ജീവപര്യന്തം കഠിന തടവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമാണ് ഈ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇത്തരം ഒരു വിധി വിധിച്ചത്. ഏതായാലും ഈ സംഭവം നടന്ന അന്ന് ഈ പോലീസ് ഇതിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഇടയിലായിരുന്നു, അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയായിരുന്നു ഇത്തരം ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ടോം, യെസ്, ഇതില് ഏറ്റവും കോടതിയെപ്പോലും ഞെട്ടിപ്പിച്ചത് ആ CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ സുമേഷ് സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു, അവിടെ നിന്നും ഭാര്യയ്ക്ക് നേരെ പെട്രോൾ ഒഴിക്കുന്നു, പിന്നീട് വെട്ടുന്നു, അവിടെ നിന്നും ഭയം കൊണ്ട് ഈ ദിവ്യശ്രീ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ഗേറ്റിന് മുന്നിൽ വെച്ച് വീണ്ടും രാജേഷ് ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ആ വിചാരണയ്ക്കിടെ ആ CCTV ദൃശ്യങ്ങൾ, അതായത് ദിവ്യശ്രീയെ കൊലപ്പെടുത്തുന്നതും ദിവ്യശ്രീ നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ട് ജഡ്ജി പോലും ഞെട്ടിത്തരിച്ചെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭയാനകമായ കാഴ്ച അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൽ നിർണായകമായത് ആ CCTV ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. ഈ ദൃശ്യം ഇതിന്റെ വിചാരണ സമയങ്ങളിൽ ഈ ജഡ്ജി ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇത്തരമൊരു ദൃശ്യം കണ്ട് ജഡ്ജി തന്നെ ഞെട്ടി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നിലവിളിച്ച് ഓടുന്ന ഭാര്യയെ പിറകിൽ ഓടിച്ചെന്ന് വെട്ടുന്ന ഒരു രംഗം അത് CCTV ദൃശ്യത്തിൽ പതിയുന്നു. ഇത്തരമൊരു രംഗം കണ്ട് സാധാരണ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജഡ്ജി കണ്ടെത്തുകയും ചെയ്തത്. അത് തന്നെയാണ് ഇത്തരം ഈ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് ഈ കോടതി എത്തുകയും ചെയ്തത്. അത് തന്നെയാണ് 3 ജീവപര്യന്തം ഉൾപ്പെടെ കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ഈ കോടതി ചുമത്തുകയും ചെയ്തത്. അതായത് ഇത് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഒരു അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കണം. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം എന്നത് തന്നെയായിരുന്നു പ്രോസിക്യൂഷനും ഈ വിചാരണ വേളയിൽ പറഞ്ഞത്. ഏതായാലും അത്തരമൊരു ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചു എന്ന് വേണം നമുക്കിതിലൂടെ വിലയിരുത്താൻ. വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കരിവള്ളൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. 3 വകുപ്പുകളിലായി 3 ജീവപര്യന്തവും മറ്റൊരു വകുപ്പിലായി 7 വർഷം തടവുമാണ് ശിക്ഷ. സാധാരണ 2 ജീവപര്യന്തം തടവ് ഒക്കെയാണ് പരമാവധി വിധിക്കാറുള്ളതെങ്കിൽ ഇത് അപൂർവമായിട്ടാണ് 3 ജീവപര്യന്തം തടവ് വിധിച്ചത്. കാരണം അത്രയ്ക്കും ക്രൂരമായി ഒരു പോലീസ് ഓഫീസറെ, സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് കോടതി വിധിച്ച ശിക്ഷ അങ്ങേയറ്റം മാതൃകാപരമാണ്. മറ്റൊരു വാർത്തയിലേക്കാണിനി. ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ പ്രവാസിയെ സൽക്കാരം നടത്തുന്നതിനിടെ സുഹൃത്ത് അടിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തി. തൃശ്ശൂരിലാണ് സംഭവം. തൃശ്ശൂർ വെങ്ങിണിശ്ശേരി സ്വദേശി രാജുവാണ് മരിച്ചത്. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യനാണ് കൊല്ലപ്പെട്ട രാജു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തും അയൽവാസിയുമായ ഫ്രിൻഡോയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് രാജു ദുബായിൽ നിന്നും എത്തിയത്. ദുബായിലേക്ക് തിരിച്ചു പോകാനിരിക്കെയാണ് സംഭവം. മരത്തിൻ്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായ രാജുവിൻ്റെ വീടിന് പിന്നിൽ ക്ലോക്ക് നിർമ്മാണത്തിനുള്ള ചെറിയ പുരയിലായിരുന്നു സൽക്കാരം. അതിനിടെയാണ് വാക്കുതർക്കവും കൊലപാതകവും ഉണ്ടായത്. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, നമ്മളൊക്കെ സാധാരണ ഈ സുഹൃത്തുക്കൾ വിദേശത്ത് നിന്ന് വരുമ്പോൾ വീട്ടിൽ സൽക്കരിക്കാറുണ്ട്. പക്ഷെ അതൊടുവിൽ ഈ രീതിയിലൊരു ദുരന്തമായി അവസാനിക്കുന്നു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം?
പറയുന്നത് ഇവര് ദുബായിൽ നിന്ന് തിരിച്ചെത്തി അതിന്റെ ഒരു സുഹൃത്ത് സംഘം എന്ന രീതിയിലെല്ലാം ഒരു മദ്യസൽക്കാരം എല്ലാം തന്നെ നടക്കുകയായിരുന്നു. ആ സമയത്ത് വിളിച്ച സമയത്ത് ഈ ഫ്രിൻഡോയും അതോടൊപ്പം തന്നെ രാജുവും അവരുടെ സുഹൃത്തുക്കളടക്കം ഒരു 5 പേരുള്ള അവിടെ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാത്രിയായിരുന്നു ഇത് നടന്നത്. ഇതിനുശേഷം സുഹൃത്തുക്കൾ തിരിച്ചുപോയി. ഇവർ രണ്ടുപേരും അയൽവാസികളാണ്. സുഹൃത്തുക്കൾ തിരിച്ചുപോയതിനു ശേഷം വ്യാഴാഴ്ച പുലർച്ചെയാണ് രണ്ടുപേരും തമ്മിലൊരു അടി ഉണ്ടാവുന്നത്. കാരണം അവിടെ വെച്ച് തന്നെ ഇവര് രണ്ടുപേരോട് തുടരുകയും പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് വാക്കുതർക്കമാകുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഈ വാക്കുതർക്കം സംഘടനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഈ ഫ്രിൻഡോ രാജുവിനെ പട്ടി കൊണ്ട് അടിക്കുകയായിരുന്നു. ഈ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഈ മുറിവേറ്റു. ഇതിനുശേഷമാണ് ഇത് നിലവിളി കേട്ടെല്ലാം ഓടിയെത്തിയവരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജു മരണപ്പെടുകയായിരുന്നു. പോലീസിന് നേരെയും ഈ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്നാണ് വിവരം. പോലീസ് എത്തുമ്പോൾ തന്നെ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്നതാണ് പരിസരവാസികളെല്ലാം തന്നെ പറയുന്നത്. പിന്നീട് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഈ സംഭവം വലിയ രീതിയിലൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെങ്ങിണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാജു ദുബായിലെ ഒരു കമ്പനിയിൽ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ്. ഇയാളുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് അയൽവാസിയായ ഫ്രിൻഡോ എന്ന് പറയുന്നയാൾ. അവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ രാജുവിന് തിരിച്ച് ദുബായിലേക്ക് പോകേണ്ട സമയമെല്ലാമായിരുന്നു. അതിനു മുൻപാണ് ഇങ്ങനെയൊരു സൽക്കാരത്തിലേക്ക് പോകാനായിട്ടൊക്കെ തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ രാജുവിന്റെ വീടിന് പിറകിലുള്ള ഒരു സ്ഥലം, അതായത് ഡാനി, ഈ സൽക്കാരത്തിന് രാജു മാത്രമല്ല മറ്റു ചില സുഹൃത്തുക്കളും, ഏകദേശം 5ഓളം സുഹൃത്തുക്കളെയാണ് ഈ സൽക്കാരത്തിനായി ക്ഷണിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 4 പേർ മടങ്ങിയതിന് പിന്നാലെയാണ് ഈ വാക്കുതർക്കവും കൊലപാതകവും ഉണ്ടായത്. ഈ സംഭവ സമയത്ത് മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ദൃക്സാക്ഷികളായി ആരെങ്കിലും, അതായത് ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അതായത് ഈ പ്രതി നൽകിയ മൊഴിക്കപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമോ മറ്റോ ഉണ്ടായിരുന്നോ? മാത്രമല്ല ഈ രാജുവിനെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഈ പ്രതിക്കുണ്ടായിരുന്നു? ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഇത്? പോലീസ് അങ്ങനെ പറയുന്നില്ല. ആസൂത്രിതമായ കൊലപാതകം എന്ന രീതിയിലേക്കല്ല പോലീസ് കാണുന്നത്. ഇത് സംസാരത്തിനിടെ അവർ തമ്മിൽ സംസാരിക്കുന്നത് പിന്നീട് ഈ മദ്യപിച്ചുള്ള സംസാരമൊക്കെ ആവുമ്പോൾ പലപ്പോഴും ഈ രീതിയിലെല്ലാം തന്നെ വാക്കുതർക്കങ്ങളിലേക്കൊക്കെ വഴിമാറാറുണ്ട്. ആ രീതിയിലാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് പറയുന്നത്. രണ്ടുപേരും അയൽവാസികളാണ്. നാളുകളായിട്ട് സുഹൃത്തുക്കളൊക്കെ ആയവരാണ് ഈ രണ്ടുപേരും എന്ന് പറയുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരെയും പോലീസ് അതിന്റെ ഒരു വിശദാംശങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷെ അവര് പോയതിനു ശേഷമാണ് ഈ രീതിയിലേക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർക്ക് വലിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അറിവൊന്നുമില്ല. അവര് ഈ മദ്യപാനത്തിന് ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തിരിച്ചു പോവുകയും ചെയ്തു. ഇതിനുശേഷം ഇവരെന്താണ് സംസാരിച്ചത്, എന്ത് വിഷയത്തെ ചൊല്ലിയാണ് ഈ അടിയിലേക്ക് പോയതെന്നും വ്യക്തമായിട്ടില്ല. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന്, ഫ്രിൻഡോന്റെയും അതോടൊപ്പം തന്നെ രാജുവിന്റെയും കുടുംബാംഗങ്ങളിൽ നിന്ന് പോലീസ് വിശദമായിട്ട് മൊഴിയെടുക്കുന്നുണ്ട്. പക്ഷെ ഈ സംഭവത്തിൽ എന്താണ് വ്യക്തമായി നടന്നത്, ഇവർ ഈ ഫ്രിൻഡോ തന്നെയായിരിക്കും ഇതിനെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇതിൽ കൂടുതൽ വിശദമാക്കുക. ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങളെ ചൊല്ലി വാക്കുതർക്കത്തിലേക്ക് പോകും. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ പട്ടിക എടുത്ത, അവിടെ ഒരു വർക്ക്ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത്, മരത്തിന്റെ, അതിൽ നിന്ന് പട്ടിക എടുത്ത് തലക്കടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവത്തിൽ തന്നെ, ആ ആക്രമണത്തിൽ തന്നെ മാരകമായി രാജുവിനെ മുറിവേൽക്കുകയും ചെയ്തു. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. സുഹൃത്തിന് സൽക്കാരം നൽകുന്നതിനുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്നു. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. യുവനടി നേരിട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് രഞ്ജിത്തിനെ ഇക്കഴിഞ്ഞ മാർച്ച് 31 അറസ്റ്റ് ചെയ്തത്. എറണാകുളം വനിതാ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് രഞ്ജിത്ത് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. വിവരങ്ങളുമായി
ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, 10 ദിവസത്തോളം രഞ്ജിത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതിനു മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ ഈ കേസിൽ അങ്ങനെ അതീവ ഗുരുതര സ്വഭാവമുള്ള കേസായിരുന്നു. സിനിമാ ലൊക്കേഷനിൽ വെച്ചുള്ള പീഡനം. പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നു. പോലീസ് കൃത്യമായി തെളിവുകൾ ശേഖരിക്കുന്നു. ഇന്ന് എന്തായാലും ജാമ്യം കിട്ടിയത് രഞ്ജിത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്താണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയത്? പ്രധാനമായിട്ടും കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുതെന്നാണ്. പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിച്ചവരാണ് സാക്ഷികൾ. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് അനുകൂലമായിട്ട് മാത്രമേ സാക്ഷികൾ മൊഴി പറയാനുള്ള സാധ്യതയുള്ളൂ. അതുമാത്രമല്ല, രഞ്ജിത്തിന് അവരെ സ്വാധീനിക്കാൻ കഴിയും. രഞ്ജിത്ത് സിനിമയുടെ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ആ സെറ്റിലുണ്ടായിരുന്ന ആളുകളെ സ്വാധീനിക്കാനുള്ള എല്ലാ പവറും രഞ്ജിത്തിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിച്ച് മൊഴി മാറ്റി എടുക്കാൻ രഞ്ജിത്തിന് കഴിയും. സാക്ഷികളെ സ്വാധീനിക്കും രഞ്ജിത്ത് എന്ന് തന്നെയായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വെച്ച കാര്യം. അതായത് പക്ഷേ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെയും സ്വാഭാവികമായിട്ടും കോടതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്, സാക്ഷികളെ സ്വാധീനിക്കരുതെന്നാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫോർട്ട് കൊച്ചിയിൽ സംഭവം നടന്ന സ്ഥലത്ത്, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ രഞ്ജിത്ത് പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെയും ഉപാധികളോടെ ജാമ്യ ഉപാധികളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണം, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെയും ഹാജരാകണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ജാമ്യത്തിൽ പകർപ്പിൽ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇതിന് ഉപാധികളോടെ ജാമ്യം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഉപാധി സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് തന്നെയായിരുന്നു. മറ്റൊന്ന്, ആവശ്യപ്പെടുമ്പോഴൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം, ഫോർട്ട് കൊച്ചിയിലെ ഈ സംഭവം നടന്ന സ്ഥലത്ത് പോകരുത് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാർച്ച് 31 രഞ്ജിത്ത് അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് പോയത്. 10 ദിവസത്തിന് ശേഷമാണ് രഞ്ജിത്ത് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അല്പം മുൻപാണ് എറണാകുളം സബ് ജയിലിൽ നിന്ന് രഞ്ജിത്ത് പുറത്തിറങ്ങിയത്. ഇതിനിടയിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നേരത്തെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് കസ്റ്റഡിയിൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ പോലീസ് രഞ്ജിത്തിനെ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിലൊക്കെ രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. പക്ഷേ രഞ്ജിത്ത് അതുമായി ബന്ധപ്പെട്ട കോടതിയിൽ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറ്റം സമ്മതിക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറ്റം സമ്മതിക്കുന്നില്ല, അതെങ്ങനെയാണ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ കഴിയുക എന്ന് കോടതിയിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പിന്നീട് ഇവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ രഞ്ജിത്ത് കഴിക്കുന്നില്ല എന്നായിരുന്നു പ്രധാനമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത് രഞ്ജിത്തിന്റെ ഡോക്ടർ ചില മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മരുന്നുകൾ താൻ കഴിക്കുന്നുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണത്തോട് കസ്റ്റഡിയിലെടുത്തിരുന്ന സാഹചര്യത്തിൽ രഞ്ജിത്ത് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലേ? മാത്രമല്ല പല രീതിയിലുള്ള കഥയും തിരക്കഥയും ഒക്കെ മെനയുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് ഈ നടിയുടെ അഭിനയം മോശമാണെന്ന് പറഞ്ഞ് രഞ്ജിത്ത് സിനിമാ ലൊക്കേഷനിൽ വെച്ച് അവരെ വിമർശിച്ചിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം ചില സീനുകൾ വെട്ടിക്കുറച്ചു തുടങ്ങിയ വാദങ്ങളൊക്കെ ആയിരുന്നല്ലോ ജാമ്യാപേക്ഷയിൽ പ്രതി ചൂണ്ടിക്കാണിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ കോടതി പരിഗണിച്ചിരുന്നു. മാത്രമല്ല ഇനി കേസിൽ നിന്നും ജാമ്യം കിട്ടുന്ന നിലവിൽ പുറത്തിറങ്ങിയാലും പോലീസിൻ്റെ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് നീങ്ങുക? പരമാവധി തെളിവുകൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത് ഈ കേസിൽ നിലവിൽ എത്ര പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്? രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചവരുണ്ട്. ഈ സിനിമാ ലൊക്കേഷനിൽ ഈ യുവനടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വരുമോ?
കൂടുതൽ പേരെ ഈ ചോദ്യം ചെയ്യുന്ന നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്തിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്ന് രഞ്ജിത്ത് ഈ ദിവസങ്ങളിൽ ആ പെൺകുട്ടിയെ തിരിച്ചു വിളിച്ചിരുന്നു. ആ പെൺകുട്ടിയോട് വിളിച്ചിരുന്ന് സംസാരിച്ചിരുന്ന സാഹചര്യം, അതായത് പെൺകുട്ടി കോൾ അറ്റൻഡ് ചെയ്തില്ല, പക്ഷേ രഞ്ജിത്തിന്റെ ഫോണിൽ നിന്നും ആ പെൺകുട്ടിക്ക് കോൾ പോയിരുന്ന സാഹചര്യമുണ്ട്. അത്തരം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി, മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടർ, സെറ്റിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചിരുന്നതും രഞ്ജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു, അതായത് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിന് ശ്രമിച്ചിരുന്ന ആളുകളും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചിരുന്ന ആളുകളെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ആളുകളുടെ, അതായത് കാരവാൻ ഉണ്ടായിരുന്ന കാരവാന്റെ ഡ്രൈവർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത തരുന്ന ഉത്തരങ്ങളൊന്നും കാരവാന്റെ ഡ്രൈവറിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. എന്നാലും അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ആളുകളിൽ നിന്നും പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കാരവാനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നുവെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി ലഭിക്കുമ്പോൾ അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഈ കേസിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കിയത്. ആ സമയത്ത് DCP അശ്വതി ജിജിയും അതുപോലെ കമ്മീഷണറും ഉൾപ്പെടെ ആയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നീങ്ങിയതും അറസ്റ്റിനുള്ള നീക്കങ്ങൾ നടത്തിയതുമൊക്കെ. അറസ്റ്റ് എത്തിയ ശേഷമാണ് അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ചതും തുടർന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാർ പോലും ഈ കേസിനെ പറ്റിയും അതിന്റെ വിവരങ്ങളെ പറ്റിയും പറയുന്നത്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട 2 കേസുകൾ രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ട്. അതിൽ തെളിവുകളില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ആ കേസ് മങ്ങിപ്പോയത് എന്ന് വേണം പറയാൻ. രഞ്ജിത്തിനെതിരെ ആ സ്ത്രീ ബംഗാളി നടി പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഇവിടെ കോഴിക്കോട് മറ്റൊരു ട്രാൻസ്ജെൻഡർ യുവാവിനെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചു എന്നുള്ള മറ്റൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ 2 പരാതികളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് വളരെ ഈസി ആയിട്ട് ഇത്തരം ലൈംഗികാതിക്രമ കേസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് രഞ്ജിത്തിന് രക്ഷപ്പെട്ടു പോരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ തന്നെയും അത്തരം മുൻ കേസുകൾ, അതായത് സമാന സ്വഭാവമുള്ള കേസുകൾ രഞ്ജിത്തിനെതിരെയുണ്ട് എന്ന് പോലീസിന് അറിയാവുന്നത് കൊണ്ടും രഞ്ജിത്ത് സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യമായിരുന്നു പ്രധാനമായിട്ടും മജിസ്ട്രേറ്റ് മുൻപിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമായിട്ടും പോലീസ് മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടത് ജാമ്യം നൽകരുത്. രഞ്ജിത്തിന് പ്രത്യേകിച്ചും 2 കേസുകൾ, സമാനമായ കേസുകൾ രഞ്ജിത്തിനുണ്ട്. രഞ്ജിത്ത് സ്വാധീനമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോരും എന്ന് തന്നെ ആയിരുന്നു പ്രധാനമായിട്ടും അന്ന് പോലീസ് മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 10 ദിവസത്തിന് ശേഷമാണ് സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് രഞ്ജിത്തിനെ മാർച്ച് 31 പോലീസ് തരംഗമായി മാറിയ പ്രണയകഥയിലെ നായികയും കേരളത്തിൽ വിവാഹിതയുമായ വയൽ കുംഭമേള പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു പ്രണയവും വിവാഹവും. ഇവർക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ ഗുരുതരമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഈ വിവാഹം ലവ് ജിഹാദ് ആരോപണം ഉയർന്നു വന്നതാണ്. മാത്രമല്ല ഇപ്പോൾ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം അങ്ങനെയെങ്കിൽ ഇവിടെ ചില വ്യാജരേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടില്ലേ? കാരണം ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയപ്പെടുന്ന രീതിയിൽ ചില രേഖകളടക്കം ഇവർ പുറത്തുവിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ കേസിൻ്റെ സ്വഭാവം മറ്റൊരു തലത്തിലേക്ക് മാറില്ല. അതോടൊപ്പം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ കല്യാണി വിവാഹം നടത്തിക്കൊടുത്തവർക്കുൾപ്പെടെ അവർക്കെതിരെയൊക്കെ നടപടി ആവശ്യമല്ലേ സജിത്ത്? ടോം, ഈ വിഷയത്തിൽ ഒരു വലിയ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഈ കുംഭമേളയിലെ വൈറൽ താരം മൈനറാണ് എന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇത് ദേശീയ പട്ടികജാതി കമ്മീഷൻ നടത്തിയ ഒരു കണ്ടെത്തലാണ്. അവർക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കണ്ടെത്തലാണ് ഈ തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ തുടർ നടപടികളുമായി പോകുന്നത്. അതായത് കഴിഞ്ഞ മാർച്ച് 17 കമ്മീഷന് മുന്നിൽ ഈ ഒരു പരാതി ഉണ്ടാവുന്നത്. തുടർന്ന് കമ്മീഷൻ വിശദമായ പരിശോധന നടത്തി. അതായത് കേരളം മുതൽ മധ്യപ്രദേശ് വരെ വിശദമായ പരിശോധനയാണ് നടന്നത്.
ഇതിൽ ഈ മഹേശ്വർ ആശുപത്രി രേഖകൾ പ്രകാരം ഈ കുട്ടിയുടെ ജനനം 2009 ഡിസംബർ 30 വൈകുന്നേരം 5:50 ഈ സമയമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിവാഹ സമയം, അതായത് കേരളത്തിൽ നടന്ന ഈ വിവാഹ സമയത്തെ അവരുടെ പ്രായം 16 വയസ്സ് മാത്രമേ ഉള്ളൂ. 16 വയസ്സും 2 മാസവും 12 ദിവസവും ഇതാണ് കണ്ടെത്തൽ. അതായത് മൈനറാണ് എന്ന കണ്ടെത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇവർ 2008 ജനുവരി 1 രേഖപ്പെടുത്തിയ ഒരു രേഖ ഹാജരാക്കിയിരുന്നു. ഈ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന കണ്ടെത്തൽ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് വരുന്നത്. മധ്യപ്രദേശിലെ ഈ പെൺകുട്ടിയും ഉത്തർപ്രദേശിലെ ഫർമാനും തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചു എന്ന ചോദ്യം കൂടിയാണ് അവർ ഉന്നയിക്കപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുന്നത്. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിലാണ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെയും മധ്യപ്രദേശിന്റെയും DGPമാരെ ഏപ്രിൽ 22 നേരിട്ട് വിളിച്ചു ചേർത്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്കും ഈ മാസം 22 വിളിച്ചു ചേർത്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്കും കടക്കുകയാണ്. ഇതിൽ ദേശവിരുദ്ധ സംഘടനകളുടെ പങ്കടക്കം, ഒപ്പം തന്നെ ലവ് ജിഹാദ് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുള്ളത് ഈ പെൺകുട്ടിയുടെ ജനനരേഖ വ്യാജമായി തയ്യാറാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാഹം നടന്നിരിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായും കേരളത്തിൽ നടന്ന വിവാഹം നമുക്കറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട CPM-ൻ്റെയൊക്കെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു വിവാഹമാണ്. അത് സ്വാഭാവികമായും ഒരു പുതിയ വിവാഹത്തിലേക്ക് പോവുകയാണ്. മൈനറായ പെൺകുട്ടിയാണ് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോക്സോ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസാണ് ഇതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത്. സംസ്ഥാന DGPയെ വിളിച്ചിട്ടുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ 22-ന്. നിലവിൽ ഫർമാൻ ഖാനെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. വിവാഹം നടത്തിക്കൊടുക്കാൻ കൂട്ടുനിന്നവർക്ക് എതിരെ ഉൾപ്പെടെ നിയമ നടപടികൾ ഉണ്ടാകുമോ? സ്വാഭാവികമായും കമ്മീഷന്റെ നടപടികളിലേക്ക് ഒരുപക്ഷെ അങ്ങനെ പോയേക്കാം. ഇതൊരു BJP പ്രവർത്തകന്റെ പരാതിയിലാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായത്. 2 കാര്യങ്ങളാണ്. ഇത് വ്യാജരേഖയാണ് എന്ന കണ്ടെത്തലാണ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇനി അതിൻ്റെ തുടർ നിയമപ്രശ്നങ്ങളിലേക്കും ഒരുപക്ഷെ കടന്നേക്കാം. കമ്മീഷന്റെ കണ്ടെത്തൽ തെറ്റാണ് എന്ന വാദം മറുഭാഗത്തു നിന്നും ഉന്നയിച്ചേക്കാം. എന്തായാലും അത് നിയമക്കുരുക്കിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. സ്വാഭാവികമായും ഇത് നടത്തിക്കൊടുത്ത സംഘാടകർക്കടക്കം ഒരുപക്ഷെ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ സംഭവത്തിൽ ഇപ്പോൾ മഹേശ്വർ പോലീസിന്റെ നടപടികളാണ്. പോക്സോ നിയമപ്രകാരമാണ് ഈ ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും ഈ പെൺകുട്ടിയുടെ ഗോത്ര പശ്ചാത്തലം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത, SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം ഇത് വ്യാജരേഖ ചമച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയായി എന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ചില രേഖകൾ ഇവർ പുറത്തുവിട്ടിരുന്നു. അതാരാണ് ആ വ്യാജരേഖ ചമച്ചതിന് പിന്നിൽ? മറ്റേതെങ്കിലും ബാഹ്യശക്തികൾക്ക് ഇതിൽ പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.